വാണിയംകുളത്ത് വീണ്ടും തെരുവുനായ ആക്രമണം. കോതയൂരിൽ 7 ആടുകളെ തെരുവുനായ്ക്കൾ കടിച്ചുകൊന്നു. 4ഓളം നായ്ക്കളെ കടിച്ചു പരിക്കേൽപ്പിക്കുകയും ഒരാട്ടിൻകുട്ടിയെ കടിച്ചു തിന്നുകയും ചെയ്തു. 20ഓളം ആടുകളെ വളർത്തുന്ന ചൂരക്കോട്ടിൽ അയ്യപ്പന്റെ വീട്ടിലാണ് തെരുവുനായ്ക്കളുടെ ആക്രമണമുണ്ടായത്. തെരുവുനായ ആക്രമണത്തിൽ 7 ആടുകൾ ചത്തതോടെ കുടുംബത്തിന് വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ആടുകളെ ആക്രമിക്കുന്നതിനിടെ സമീപത്തുണ്ടായിരുന്ന 4ഓളം നായ്ക്കൾക്കും കടിയേറ്റു. ഒരാട്ടിൻകുട്ടിയെ നായ്ക്കൾ കടിച്ചു തിന്നുകയും ചെയ്തു. സംഭവത്തെ തുടർന്ന് വീട്ടുകാർക്കും പ്രദേശവാസികൾക്കും കടുത്ത ആശങ്കയാണ് ഉണ്ടായിരിക്കുന്നത്. വാണിയംകുളം മേഖലയിൽ തെരുവുനായ്ക്കളുടെ ആക്രമണം ഇതാദ്യമല്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. നേരത്തെയും പശുക്കൾ ഉൾപ്പെടെയുള്ള കന്നുകാലികൾക്ക് നേരെ തെരുവുനായ്ക്കളുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. തെരുവുനായ്ക്കളുടെ എണ്ണം വർദ്ധിച്ചതോടെ വളർത്തുമൃഗങ്ങളെ സംരക്ഷിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. 4 മണിക്ക് കരയിൽ കേട്ടു. അപ്പോൾ നോക്കിയപ്പോൾ കൂടൊക്കെ പൊളിച്ചിടണം. അപ്പോൾ ആടുകളൊക്കെ നോക്കിയപ്പോൾ ആടുകൾ ചത്ത് കിടക്കണം. കുട്ടികളൊന്നും കാണാനില്ല. 6 ചത്തറിനും 3 സീരിയസ് ആയിട്ട് കടിച്ചിടണം. ഇതിൻ്റെ മുമ്പ് രണ്ട് പ്രാവശ്യം 6 കൊന്നു. പിന്നെ അവിടെ നമ്മുടെ ഫാമിൽ തൊഴുത്തിൽ പശുക്കുട്ടികളൊക്കെ കടിച്ചു കൊന്നിട്ട് ഒരാഴ്ച 2 പശുക്കുട്ടികളെ കടിച്ചു കൊന്നു. അതിൽ 1 മാസമായിട്ടുണ്ടല്ലോ, 20 ദിവസം അതിനെയും കടിച്ചു കൊന്നു. ഇതിൻ്റെ മുമ്പ് മറ്റേ 6 വലിയ ആടിനെയും കടിച്ചു കൊന്നു. അപ്പം ഇന്നലെ ഇതിൽ 6 ചത്തു, 3 നല്ല പരിക്ക്. ഒരു ആട്ടുകുട്ടി കൊണ്ടുപോവുകയും ചെയ്തു. 3 ആട് നിറച്ചേനയാണ് 4 മാസമായിരുന്നു. ബാക്കി ഇപ്പോൾ ഡോക്ടർ വന്നിട്ടൊക്കെ ഇഞ്ചക്ഷൻ ചെയ്തിട്ട് സ്റ്റിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. 2 ഇഞ്ചക്ഷനൊക്കെ ചെയ്തിട്ടുണ്ട്. 4 6 മരിച്ചു. തെരുവുനായ ശല്യത്തിന് ശാശ്വത പരിഹാരം കാണാൻ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വീടുകളിലും കന്നുകാലി ഫാമുകളിലും വളർത്തുമൃഗങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കേണ്ട സാഹചര്യമാണെന്നും പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. ഇത് നിരന്തരം ഒരു ശല്യമായി തീരുകയാണ് ഈ നായ്ക്കളുടെ പ്രശ്നം. അപ്പം അതിന് എത്രയും പെട്ടെന്ന് ഒരു പ്രതിവിധി ഉണ്ടാക്കണം എന്നാണ് പറയാനുള്ളത്. അതേപോലെ തന്നെ ഇതിപ്പോൾ മനുഷ്യരെയും കൂടിയും ബാധിക്കുന്ന അവസ്ഥയിലാണ് തുടർന്ന് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഉണ്ടാവുന്നത്. അവരുടെ ഉപജീവന മാർഗം കൂടിയാണ് ഈ മൃഗസംരക്ഷണം എന്നുള്ളത്. അതുകൊണ്ട് അവർക്കൊരു നിത്യ വരുമാന മാർഗമാണ് ഇവിടെ തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. UTV ന്യൂസ്, പാലക്കാട്.